എനിക്ക് ഹൊറർ സിനിമകൾ ഇഷ്ടമാണ്, പക്ഷേ എന്തോ പ്രേതങ്ങളോ സോംബികളോ ഉള്ള ഹൊറർ സിനിമകൾ ഇഷ്ടമല്ല. മിക്ക ആളുകൾക്കും അങ്ങനെയാണെന്ന് പോളിൽ നിന്നും മനസ്സിലായി. അതിനാൽ പ്രേതങ്ങൾ ഇല്ലാതെ പ്രേക്ഷകനെ പേടിപ്പിക്കാൻ കഴിവുള്ള 10 സിനിമകളെ പരിചയപ്പെടുത്താം. ആദ്യം കുറച്ച് വയലൻസും ചോരക്കളികളുമുള്ള കുറച്ച് സിനിമകളെ പരിചയപ്പെടുത്താം. പേർജ് ആണ് ഇതിൽ ആദ്യം. ഇതിൻ്റെ മൊത്തം കഥ തന്നെ വെട്ടും കുത്തും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഒരു ഐഡിയ കണ്ടെത്തുന്നു. വർഷത്തിൽ ഒരു ദിവസം 12 മണിക്കൂർ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റികളും ലീഗലാണ്, കൊലപാതകമടക്കം. ആ ദിവസത്തെ പേർജ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു പേർജ് ദിവസമാണ് കഥ നടക്കുന്നത്. ഒരു സമ്പന്ന കുടുംബം ആ രാത്രി തങ്ങളുടെ വീട് വളരെ ഭദ്രമായി ലോക്ക് ചെയ്ത് നേരം പുലരാൻ കാത്തിരിക്കുന്നു, ഈ പേർജ് ഒന്ന് അവസാനിക്കാൻ. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ പേർജ് ചെയ്യാൻ വന്ന ഒരു കൂട്ടം ആളുകളുടെ ടാർഗറ്റ് ആവുന്നു. എന്ത് ചെയ്യുമെന്നതാണ് തുടർന്നുള്ള കഥ. എന്തായാലും പോലീസിനെ വിളിക്കാൻ പറ്റില്ലല്ലോ. ആ രാത്രി വെളുപ്പിക്കുക, അതിജീവിക്കുക. പേർജ് സീരീസിൽ മൊത്തം 5 സിനിമകളുണ്ട്. ഞാൻ എല്ലാം കണ്ടിട്ടില്ല, അതിനാൽ അഭിപ്രായം പറയാൻ കഴിയില്ല. എങ്കിലും ഈ പറഞ്ഞ തീമൊക്കെ താല്പര്യം തോന്നുന്ന ഹൊറർ, ആക്ഷൻ, വയലൻസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാവുന്ന സിനിമയാണ്. ഇതുപോലെ തന്നെ വയലൻസ് നിറഞ്ഞ മറ്റൊരു സിനിമയാണ് സോ. ആദ്യ സിനിമ ഹൊററിനേക്കാൾ മിസ്റ്ററിക്കാണ് പ്രാധാന്യം നൽകിയതെങ്കിൽ പിന്നീട് വന്നവ കുറച്ചുകൂടി ഹൊറർ എലമെൻറ്റ്സ് നിറഞ്ഞവയാണ്. 9ഓളം സിനിമകൾ സോ സീരീസിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലെയും ഏകദേശ കഥ ഒരേപോലെയാണ്. ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു ഗെയിമിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ മറ്റുള്ളവരെ കൊല്ലണം. ആദ്യ സിനിമയിൽ ഒരു ബാത്റൂമിൽ അകപ്പെട്ട 2 പേരാണ് ഉണ്ടായിരുന്നത്. ആദ്യം മറ്റേയാളെ കൊല്ലുന്ന ആൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. ചിലപ്പോൾ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ആരാണിത് ചെയ്യുന്നത്, എന്തിനാണ് എന്നൊക്കെ സോ സീരീസിലെ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ട്വിസ്റ്റഡ് ഹൊറർ, വയലൻസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം. ജമ്പ് സ്കെയർസ് ഒന്നും കാര്യമായി ഇല്ലാതെ സൈക്കോളജിക്കൽ ഹൊററാണ് കൂടുതലും സിനിമകളിൽ. അടുത്ത സിനിമയാണ് ഹഷ്. സംസാരിക്കാനോ ചെവി കേൾക്കാനോ കഴിയാത്തൊരു യുവതി ഒരു ഒറ്റപ്പെട്ട വീട്ടിലേക്ക് വരുന്നു. തൻ്റെ ജീവിതത്തിലെ പ്രോബ്ലംസിൽ നിന്നൊരു ഒളിച്ചോട്ടവും അതേപോലെ തൻ്റെ എഴുത്തും നടക്കണം എന്ന ആവശ്യത്തിനുമാണ് അവർ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു മുഖമൂടിക്കാരനായ അക്രമി അവരുടെ ജനാലയിൽ പ്രത്യക്ഷപ്പെടുന്നു. അയാളിൽ നിന്ന് രക്ഷ നേടാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളാണ് തുടർന്നുള്ള കഥ. കൂടുതലൊന്നും പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. ഒരു ഹോണ്ടിങ് ഫീൽ തരുന്ന സിനിമയാണിത്. പേടിക്കാനുള്ള വകയൊക്കെ ആവശ്യത്തിനുണ്ട്. തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നായിക നടത്തുന്ന പ്രതിരോധം കാണേണ്ടത് തന്നെയാണ്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമുള്ള സിനിമ രാത്രി ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു സിനിമയാണ് ഡോൺ ബ്രീത്ത്. ഹഷിനേക്കാൾ വളരെ മെച്ചപ്പെട്ട സിനിമയാണിത്. 3 പേർ ഒരു പഴയ പട്ടാളക്കാരൻ്റെ വീട്ടിൽ മോഷണത്തിന് കയറുന്നു. അയാൾക്ക് കണ്ണ് കാണില്ല എന്ന കാര്യം ഇവർക്കറിയാം. അന്ധനാണെങ്കിലും ആളത്ര വെടിപ്പല്ല. കാഴ്ചയില്ലായ്മ അയാൾക്കൊരു കുറവല്ല എന്ന കാര്യം വൈകാതെ ഇവർക്ക് മനസ്സിലാവും. പിന്നീട് അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഇവരുടെ ശ്രമങ്ങളാണ് കഥ. ഉടനീളം പേടിക്കാനുള്ള വകയുണ്ട് സിനിമയിൽ. ശരിക്കും നമ്മളും ഇവരുടെ കൂടെ ആ വീട്ടിൽ അകപ്പെട്ട അവസ്ഥയാവും സിനിമ കാണുമ്പോൾ മുഴുവൻ. ക്ലൈമാക്സിൽ നല്ലൊരു ട്വിസ്റ്റ് സിനിമ കരുതി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഈ വർഷം ഇറങ്ങുന്നുണ്ട്. എല്ലാ ഹൊറർ പ്രേമികളെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ സിനിമയ്ക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത സിനിമയാണ് അസ്. ഒരു ഫാമിലി ട്രിപ്പ് പോകുന്ന 4 പേരടങ്ങുന്ന സംഘത്തിന് നേരിടേണ്ടി വരുന്നൊരു പ്രത്യേക അവസ്ഥയാണ് ഈ സിനിമ. മുൻപ് പറഞ്ഞ സിനിമകളും ഇതും തമ്മിൽ ആകെയുള്ളൊരു സിമിലാരിറ്റി, ഇതിലും ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥികളാണ്. എന്നാൽ അതിൽ വരുന്ന അതിഥികൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് സിനിമ കണ്ടറിയുക. വന്നവർ ആര്, അവർക്ക് എന്ത് വേണം തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് കഥയെ കൊണ്ടുപോകുന്നു. നല്ല ക്വാളിറ്റിയുള്ളൊരു ഹൊറർ സിനിമയാണിത്. പല ഹൊറർ സിനിമകളുടെയും റെഫറൻസും മറ്റു പല യുണീക്കായ എലമെൻസും സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ വാസ്റ്റായി ഇതുവരെ പറയാത്തൊരു ഹൊറർ സ്റ്റോറിയാണ് ഇതിനുള്ളത്. അടുത്തത് എം നൈറ്റ് ഷ്യാമളൻ്റെ സ്പ്ലിറ്റ്. പല ആൾട്ടർ ഈഗോസുള്ള ഒരാൾ 3 പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നു. ആരാണ് ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ആൾ എന്നറിയാതെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ പെൺകുട്ടികൾ നടത്തേണ്ടത്. ഈ ഒരു തീം നല്ല രീതിയിൽ ഹൊററായി ബ്ലെൻഡ് ചെയ്യാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. പല സിനിമകളിലും പല രീതിയിലും ഉപയോഗിച്ച ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന തീം ഏറ്റവും എഫക്റ്റീവായി തോന്നിയത് ഇതിലാണ്. ജമ്പ് സ്കെയർസും വയലൻസും ആവശ്യത്തിനുമുണ്ട്. നല്ല ട്വിസ്റ്റും കൂടി ചേരുമ്പോൾ ഒരു നല്ല ഹൊറർ എക്സ്പീരിയൻസ് സിനിമ നൽകുന്നു. ഹൊറർ സിനിമകളിൽ ഒരു വലിയ ഭാഗമാണ് ഇരുട്ടിൻ്റെ ഉപയോഗം. എന്നാൽ പട്ടാപകൽ പേടിപ്പിക്കുന്ന ഒരു സിനിമയാണ് മിഡ്സോമാർ. ഡാനി എന്ന പെൺകുട്ടി ഒരു ഫാമിലി ട്രാജഡിക്ക് ശേഷം ബോയ് ഫ്രണ്ടിൻ്റെയും സുഹൃത്തുക്കളുടെയും കൂടെ ഒരു ട്രിപ്പ് പോകുന്നു സ്വീഡനിലേക്ക്. ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ ക്ഷണപ്രകാരം അവിടെ 90 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ. ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് കഥ. അമേരിക്കയിൽ നിന്ന് വന്നവർക്കും പ്രേക്ഷകർക്കും ഒരേപോലെ പരിചിതമല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ ഒരു പ്രത്യേക മൂഡ് തരുന്നു. സിനിമ കുറച്ച് സമയമെടുത്താണ് കാര്യങ്ങൾ പറയുന്നത്. അതിനാൽ ടിപ്പിക്കൽ ഹൊറർ സിനിമ പ്രതീക്ഷിച്ചാൽ മിക്കപ്പോഴും എന്താ ഒന്നും വരാത്തേ എന്നൊരു ഫീൽ തോന്നിയേക്കാം. എന്നാൽ മുന്നോട്ട് പോകുന്തോറും സങ്കീർണമായി ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഇതുവരെ കാണാത്തൊരു പേ ഓഫ് സിനിമ നൽകുന്നു. സ്ലോ എന്ന് തോന്നി ഇടയ്ക്ക് നിർത്തിയാൽ നല്ലൊരു അനുഭവം നഷ്ടമാകും. ക്ലൈമാക്സിൻ്റെ കാര്യം പറയുമ്പോൾ എക്കാലത്തെ മികച്ച ട്വിസ്റ്റുകളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് ഓർഫൺ. ഒരു കുടുംബം ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ തന്നെ 2 കുട്ടികളും വീട്ടിലുണ്ട്. എന്നാൽ ഈ പെൺകുട്ടി വന്നത് മുതൽ കാര്യങ്ങൾ അത്ര നേരെയല്ല. എന്തോ കുഴപ്പമുണ്ട്. എന്നാൽ അതെന്താണെന്ന് അറിയാത്ത അവസ്ഥയാണ് ആ വീട്ടിലുള്ളവർക്കും നമുക്കും. പതുക്കെ ബിൽഡ് ചെയ്ത് നല്ലൊരു ക്ലൈമാക്സും റിവ്യൂലും നൽകുന്ന സിനിമയാണ് ഓർഫൺ. ഒരു ഡാർക്ക് മൂഡ് സെറ്റ് ചെയ്താണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊരു ഐഡിയയും ഇല്ലാതെ പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് ഇതുപോലെ റിവ്യൂ തരുന്നത്. വീടും കുട്ടികളും എല്ലാം സ്ഥിരം ഹൊറർ സിനിമകളുടെ ചേരുവകളാണെങ്കിലും ഈ സിനിമ നിങ്ങളെ ഞെട്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതുപോലെ തന്നെ ടെൻഷൻ ബിൽഡ് ചെയ്തൊരു സിനിമയാണ് ഗെറ്റ് ഔട്ട്.
ഈ പേര് തന്നെ സിനിമയ്ക്ക് എത്ര ചേർന്നതാണ് എന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ക്രിസ് എന്ന കറുത്തവർഗ്ഗക്കാരനായ യുവാവ് തൻ്റെ കാമുകിയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവളുടെ ഫാമിലിയെ തന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന ഭയമാണ് ഉള്ളിൽ നിറയെ. എന്നാൽ ക്രിസിനെ ഞെട്ടിച്ചുകൊണ്ട് അവർ വളരെ നല്ലവരും സപ്പോർട്ടീവുമായ വീട്ടുകാരാണെന്ന് മനസ്സിലാവുന്നു. എന്നാൽ എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് ക്രിസിന് തോന്നുന്നുണ്ട്. പിന്നെ ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് കഥ. ഇതൊരു നോർമൽ ഹൊറർ സിനിമയല്ല. പേടിക്കാനൊന്നുമില്ല എന്നല്ല ഉദ്ദേശിച്ചത്, പേടിപ്പിക്കാൻ മാത്രമായി ഒന്നുമില്ല എന്നാണ് സത്യം. എല്ലാം കഥയ്ക്ക് വേണ്ടി മാത്രം. കഥ തന്നെയാണ് ഇതിൻ്റെ ഹൊറർ എലമെൻറ്റ്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഉള്ള സിനിമയാണിത്. അത് രണ്ടാമത്തെ കാഴ്ചയിൽ മനസ്സിലാവും. മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാർ നേടിയ സിനിമയാണിത്. 1-ാം സ്ഥാനത്തുള്ളത് ദ ഷൈനിങ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണിത്. സ്റ്റാൻലി കൂബ്രിക്കിൻ്റെ ഏറ്റവും ഐക്കോണിക് വർക്കുകളിലൊന്ന്. മഞ്ഞുകാലത്ത് അടച്ചിരുന്ന ഓവർലുക്ക് ഹോട്ടൽ ആ സമയത്ത് നോക്കാൻ ഒരു കെയർടേക്കർ വേണം. ആ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് ജാക്ക്. കൂടെ മകനും ഭാര്യയുമുണ്ട്. ഈ ഒരു സമയം ഇവർ 3 പേരും മാത്രം ഈ വലിയ ഹോട്ടലിൽ ഒറ്റയ്ക്ക് താമസിക്കണം. ഈ ഏകാന്തത അവിടെ താമസിക്കുന്നവരുടെ മനസ്സിനെ ബാധിക്കുമെന്നൊരു വാർണിംഗ് ജാക്കിന് കിട്ടുന്നുണ്ട്. എന്നാൽ തൻ്റെ സമയം എഴുത്തിനായി ഉപയോഗിക്കുന്നതിനാൽ അതൊരു പ്രശ്നമല്ലെന്ന് ജാക്കും ഉറപ്പ് നൽകുന്നു. എന്നാൽ പിന്നെ കാര്യങ്ങൾ പതിയെ താളം തെറ്റുന്നു. ഇതാണ് തുടർന്നുള്ള കഥ. സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയും മറ്റും ടെക്നിക്കൽ വശങ്ങളും ഇറങ്ങിയ വർഷം വെച്ച് നോക്കിയാൽ ഇപ്പോഴും പലർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാൻഡേർഡിലുള്ളതാണ്. എങ്ങനെയാവണം ഹൊറർ സിനിമ എന്നതിനൊരു ടെക്സ്റ്റ് ബുക്കാണ് ഈ സിനിമ. ഇതിൻ്റെ റെഫറൻസുകൾ ഇപ്പോഴും ഹോളിവുഡ് സിനിമകളിൽ ഉപയോഗിച്ചു പോരുന്നു. സിനിമയിലെ പല ഡയലോഗുകളും സീനുകളും എന്തിന് ഫ്രെയിമുകൾ പോലും അത്രയും ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ബെസ്റ്റ് ഹൊറർ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ദ ഷൈനിങ് എന്ന് പറഞ്ഞ ശേഷം ബാക്കി സിനിമകൾ പറയാൻ ഒന്ന് ആലോചിക്കാം.